85 ദിവസം ഞാനിവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചന്തി അടിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ആരും ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ എന്തെങ്കിലും നിങ്ങളെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടോ? വലിച്ചു കീറിയിട്ടുണ്ടോ? എൻ്റെ പേജിൽ വന്നിട്ട് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? എനിക്ക് പേഴ്സണലി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്കുണ്ടായ വിഷമം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെല്ലാം PR ടീമാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. എൻ്റെ ഫാമിലിക്കുണ്ടെന്ന് ആര്യം പറയുന്നു. പിന്നെ ഒരു ചാറ്റ് കണ്ടിട്ട് നീ പറഞ്ഞതോ അത് AI ആണെന്ന്. ഞാൻ പറഞ്ഞു അത് AI ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ആണെന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് എന്നെ പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം ഞാനങ്ങനെ പറഞ്ഞു. തീർന്നല്ലോ, പ്രശ്നം അങ്ങ് തീർന്നല്ലോ. ആര്യൻ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. പെണ്ണുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്, കൊണ്ടുള്ള ആക്ഷൻസ് എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേന് നൂറ് ഇടയ്ക്ക് കയറി പറയുന്നത് ഇവിടെ വെച്ച് ഒന്നും ചോദിക്കേണ്ട, ഇപ്പോൾ ഒന്നും പറയണ്ട, പിന്നെ ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അനുമോൾ എന്തൊക്കെയോ കൊള്ളരുതാഴിക പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പം അക്ബർ കിടന്ന് അലക്കുകയാണ് അവിടെ. അക്ബർക്ക് പോട്ടെ, നിങ്ങൾ 2 ദിവസം കൂടെ ക്ഷമിക്കുന്നൊക്കെ നൂറ പറയുന്നുണ്ട്. കപ്പ് പോകുന്നെങ്കിൽ പോട്ടെ നൂറ, ചോദിക്കണ്ടായോ ഇതൊക്കെ? അവളുടെ PR പേടിച്ച് ഞാൻ എന്തുവാ മിണ്ടാതിരിക്കണോ? ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയാതെ പോയാൽ ഇവളുടെ PR വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് കുറച്ച് ആൾക്കാരെങ്കിലും അറിയട്ടെന്ന് പറഞ്ഞിട്ട് ആദിലയുടെ അടുത്ത് അക്ബർ മൂട്ടി കൊടുക്കുകയാണ്. എടാ, ഇതിപ്പം നിങ്ങൾ വന്നോണ്ടൊന്നും അല്ല, കുറേ കാലമായിട്ട് നമുക്കറിയാം ഇത് നടക്കുന്നത്. പുറത്തുനിന്നുള്ളവർ വന്നപ്പം ഇവിടുന്ന് കിട്ടിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് ആദിലെ അക്ബറും കൂടെ പറയുന്നുണ്ട്. ഇന്ന് അനുമോളുടെ തോളെ കയറാനുള്ള ഒരു സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വരികയാണ്. സന്ധ്യയായല്ലോ. ഇവിടെ മോർണിംഗിൽ ഒരു PR ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് വന്നത്? അനുമോൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് വന്നതെന്ന് പറയുന്നത് അക്ബർ. ആര്യൻ എന്നിട്ട് നന്മമരം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ലാസ്റ്റ് വീക്കാണ്, നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ ഇങ്ങനെ ഒന്നും ഇനി പറയാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നു. ഡേറ്റ് കളിക്കാൻ നിങ്ങൾ നിൽക്കേണ്ട, അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം അക്ബർ ചോദിക്കുന്നു ഡേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഡേറ്റി ആവുന്നത്? അപ്പം രന പറയുന്നത് ഡേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഡേറ്റി ആവില്ല. ആര്യ പറയുന്നുണ്ട് നീ ആ ഡേറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോയാൽ അതിൽ നീ ആയിരിക്കും ബാഡാവുന്നത്. എനിക്ക് ബാഡാവട്ടെടാ, കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാവട്ടെ ഇവളെന്താണെന്ന്. അടുത്ത നൂറയുടെ ഡയലോഗ്, അവൾ പറയുന്ന ഒന്നും പോകത്തില്ല, നിങ്ങൾ പറയുന്നതേ പോകത്തുള്ളൂ. എന്തായാലും ഇവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് തീർക്കാനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോൾ സരിക പറയുന്നു അത് കറക്റ്റ്. അപ്പം ഞാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ ചീട്ട് കീറിയിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് ആദിൽ പറയുന്നുണ്ട്. പോകുന്നെങ്കിൽ പറഞ്ഞു എന്ന് നൂറ പറയുന്നുണ്ട്. അതല്ല നിങ്ങളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ തുടങ്ങിക്കോ, ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. ആർക്ക് കിട്ടിയാലോ അവൾക്ക് വേണ്ട, അതുകൊണ്ട് നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാമെന്ന് ആദില. രന പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ വോട്ട് അങ്ങോട്ട് തന്നെ പോവും. എടാ എന്തുവാടാ, കുടുംബം തകർക്കുകയാന്ന് അക്ബർ തലയെ കൈവച്ചുകൊണ്ട് പറയുന്നത്. അക്ബർക്ക നിങ്ങളൊന്ന് ക്ഷമിക്കും, നിങ്ങൾക്ക് പുറത്ത് ഫാമിലിയൊക്കെ ഉള്ളതാ, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ. ഫിനാലേക്ക് നമ്മളെല്ലാം കയറുന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ തീർത്തിട്ടേ പോകത്തുള്ളൂ. അക്ബർ പറയുന്നത് ഇപ്പം എൻ്റെ പെണ്ണിനെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നൂറ ചോദിക്കുന്നത് ഈ സ്ത്രീനെ പറഞ്ഞിട്ട് നിർത്തുമോ? അക്ബർക്ക സമാധാനമായിട്ടിരിക്കുക, ഞാനിത് തീർത്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് ആദിലെ വാക്ക് കൊടുക്കുന്നു. അക്ബർക്ക ഇപ്പോൾ ഇതിനകത്ത് ഇടപെടേണ്ട, സമാധാനമായിട്ടിരിക്കും, ഞാനിത് തീർത്തു കൊടുക്കും.